തുണികൾ അലക്കി വിരിച്ച് ക്ലിപ്പിട്ടുകൊണ്ട് ജാൻവി ഓപ്പൺ ബാൽക്കണിയിൽ വന്ന് നിന്നു. അവളുടെ മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴ മെല്ലെ മാടി ഒതുക്കിക്കൊണ്ട് അവൾ മന്ദഹാസത്തോടെ പ്രകൃതിയിൽ ലയിച്ചു നിന്നു. അവളുടെ വയറ്റിലൂടെ 2 കൈകൾ ഇഴഞ്ഞു വരുന്നതും അവൾ പുഞ്ചിരി തൂകി. അവളുടെ ഷോൾഡറിൽ താടിയൂന്നി അവൻ മുഖം ചെരിച്ച് അവളുടെ കഴുത്തിൽ ഉമ്മ വച്ചു. അവളൊന്നു കുറുകി. ഒരു കൈയാൽ അവൻ്റെ തലയിൽ തഴുകി, മുടിയിൽ വിരൽ കയറ്റി. എന്താ മോനെ? എനിക്ക് നിന്നെ സ്നേഹിക്കാൻ തോന്നുന്നു. സ്നേഹിച്ചോ? അതങ്ങനെ വെറുതെ ഒരു സ്നേഹമല്ല. എന്താ മോനെ ഇച്ച? അവൻ കൈകൾ മെല്ലെ ചലിപ്പിച്ചു. അവൾക്ക് കുളിര് കോരുന്നത് പോലെ. അവൻ്റെ ചുണ്ട് കഴുത്തിലെ നീല ഞരമ്പിൽ പതിച്ചു. അവളുടെ വിരൽ അവൻ്റെ മുടിയെ മുറുക്കി. അവൻ്റെ കട്ടിയുള്ള മീശ അവളെ ഇക്കിളിപ്പെടുത്തുമ്പോൾ അവൾ കുറുകിക്കൊണ്ട് തിരിഞ്ഞു. അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളെ ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ പിടപ്പ് അവൻ ശരിക്കും ആസ്വദിച്ചു. അവൻ മുഖം താഴ്ത്തി വന്ന് അവളുടെ മുഖത്തിന് നേരെ അടുപ്പിച്ചു. ശ്വാസങ്ങൾ തമ്മിൽ കൂടിക്കലർന്നു. അവൾ കാലുയർത്തി. അവളുടെ 2 കൈകളിലായി അവൻ പിടുത്തമിട്ടു. അവളുടെ കൈയുടെ വിറയൽ അവന് ബോധ്യമായി. ജാനു, പേടിയുണ്ടോ നിനക്ക്? അവൾ പിടച്ചുപോയ മിഴികൾ അവന് നേരെ ഉയർത്തി. അവളുടെ കണ്ണിൽ ചുവപ്പ് രാശി പടർന്നത് കണ്ട് അവൻ 2 കണ്ണിലും മാറി മാറി നോക്കി. കണ്ണുകൾ പിടയ്ക്കുന്നു, കവിളുകൾ ചുവക്കുന്നു, ചുണ്ടുകൾ വിറയ്ക്കുന്നു. തൊണ്ട ഉണങ്ങും പോലെ ഉമിനീർ കുടിച്ചിറക്കുന്നു. അവളുടെ ആ പരവേശം അവനെ മറ്റൊരു ലോകത്തേക്കെത്തിച്ചു. അവൻ അവളോട് ചേർന്ന് നിന്നു. അവളിലെ പലതും ശരീരത്തിൽ അമർന്നതും 2 പേരും ഒന്ന് വിറച്ചു. അവൻ പൊടുന്നനെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. ഇച്ച. അവൾ വിരലിൽ കുത്തി ഉയർന്നു. അവൻ്റെ കൈ അവളുടെ കയ്യിൽ മുറുകി. അവളുടെ കർണഞരമ്പിൽ മെല്ലെ കടിച്ചു നുണഞ്ഞുകൊണ്ട് അവൻ അവളുടെ നാവിൻ്റെ സ്പർശം അവളെ വിറപ്പിച്ചു കളഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ കാതിലേക്ക് ഇഴഞ്ഞു നീങ്ങിയതും അവളുടെ രോമക്കൊടികൾ എണീറ്റു നിന്നു. അവൻ്റെ മീശയുടെ കുത്തലിൽ ആ സുഖമുള്ള അനുഭൂതിയിൽ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ കോർക്കുമ്പോൾ അവളുടെ ശ്വാസഗതിയേറി. അവൻ്റെ ചുണ്ടുകൾ അത്രമേൽ തണുത്തു പോയിരുന്നു. 2 ചുണ്ടുകളെയും മെല്ലെ മെല്ലെ നുണഞ്ഞെടുക്കുമ്പോൾ അവളുടെ കൈകൾ അറിയാതെ അവനിൽ മുറുകി. വെറുതെ നടക്കാനിറങ്ങിയ ജെറി ബാൽക്കണിയിലെത്തി നിൽക്കുമ്പോൾ എവിടുന്നോ ചില മൂളലുകൾ കേട്ട് അവൻ കാതുകൂർപ്പിച്ചു. അവൻ്റെ കണ്ണുകൾ ഭിത്തിയിൽ ചാരി നിൽക്കുന്ന ജാൻവിയെ ഫ്രഞ്ച് അടിക്കുന്ന ഇഷാനിലെത്തി നിന്നു. അയ്യേ, ഈ ചെക്കൻ! ഇവനിതൊക്കെ ബെഡ്റൂമിൽ വച്ചായിക്കൂടെ? ജെറി പെട്ടെന്ന് തിരിച്ചു നടന്നു. പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ 2 രൂപങ്ങൾ മങ്ങലോടെ തെളിഞ്ഞു. ഭിത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ ഉണ്ട കണ്ണുകൾ. അവളോട് ചേർന്ന് നിൽക്കുന്നത് അത് താനല്ലേ? അവൻ ഞെട്ടലോടെ തലയൊന്നു കുടഞ്ഞു. അവനെ വല്ലാതെ വിയർക്കാൻ തുടങ്ങി. കാലുകൾ കുഴയുന്നതുപോലെ. ശ്യമു! അവൻ പതർച്ചയോടെ വിളിച്ചുകൊണ്ട് താഴെ കൂർന്നിരുന്നു. അവൻ്റെ കൺമുന്നിൽ നിലത്ത് കിടക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ മുകളിലായി താൻ. അയ്യോ, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും ഇല്ല. ഇതെന്താ ഇങ്ങനെ? അവൻ്റെ പരിഭ്രമിച്ച സ്വരം കാതിൽ വീണതും ഇഷാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ചോദ്യഭാവത്തിൽ ജാൻവിയെ നോക്കി. ജെറി. അവളുടെ ചുണ്ടുകൾ അകന്നു. വാ.
അവളുടെ കൈയും പിടിച്ച് ഈശാൻ ടെറസിലേക്ക് നീങ്ങി. നിലത്ത് കുനിഞ്ഞിരിക്കുന്ന ജെറി കൈകൾ കൊണ്ട് തല അമർത്തി പിടിച്ചിട്ടുണ്ട്. ഇഷാൻ വെപ്രാളത്തോടെ ജെറിയുടെ അരികിലേക്ക് ഓടിയെത്തി. അവന്റെ ചുമലിൽ കൈവച്ചു. ജെറി ജെറി ഞെട്ടലോടെ മിഴികൾ ഉയർത്തി. അവന്റെ കണ്ണുകൾ തുളുമ്പിയിരുന്നു. എന്താടാ, എന്തിനാ കരയുന്നേ? വേദനിക്കുന്നോ നിനക്ക്? ഇഷാൻ നിലത്തേക്ക് മുട്ടുകുത്തി. ശ്യാമു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഷാന്റെ തോളിലേക്ക് വീണവൻ. ജാൻവിയും ഇഷാനും പകച്ചുപോയി. ശ്യാമു, എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നോ? എനിക്ക് അതൊന്നും ഓർക്കാൻ കഴിയുന്നില്ലടാ. അവൻ്റെ വേദനയുടെ ആഴം ഇഷാൻ തൊട്ടറിഞ്ഞു. ജാൻവി ഞെട്ടലോടെ ഇഷാനെ നോക്കി. ഇഷാൻ ഒന്ന് പുഞ്ചിരിച്ചു. ജെറി, ഞാനായിട്ട് നിന്നോട് പറയുന്നതിലും നല്ലത് നീയായിട്ട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാ. അവൾ നിനക്കാരായിരുന്നെന്ന് എനിക്കൊരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ കഴിയില്ല. നിന്റെ ഓർമ്മയുടെ അടിത്തട്ടിൽ അവളുണ്ട്. ഭദ്രമായി നിനക്ക് കഴിയും. നീ ശ്രമിക്കടാ. ശ്യാമു, ഒരു പെൺകുട്ടിയുടെ മുഖം ഒരു മങ്ങൽ പോലെ എൻ്റെ ഉള്ളിൽ. എനിക്കവളെ കാണണം ശ്യാമു. ഞാൻ അവളെ. പകുതിയിൽ അവൻ നിർത്തി. ജാൻ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ എണീറ്റു. ജാനിനറിയോ അവളെ? ഞങ്ങൾ തമ്മിൽ എന്ത് റിലേഷനാണ്? ലവേഴ്സോ അതോ കപ്പിൾസോ? അങ്ങനെയെങ്കിൽ അവളിപ്പോൾ എവിടെ? അവൻ പരവേശത്തോടെ ചോദിച്ചു. ജെറി, കൂൾ. എന്തിനിങ്ങനെ നെർവസ് ആകുന്നേ? ജെറിയുടെ ജീവിതത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നെന്ന് ഓർമ്മിച്ചില്ലേ? അതുപോലെ പതിയെ പതിയെ ജെറി എല്ലാം ഓർത്തെടുക്കും. ജെറിയുടെ മുന്നിൽ നിന്നും ജെറിയുടെ റൂമിൽ നിന്നും 2 സാധനങ്ങൾ അവൾ എടുത്തു. എന്തൊക്കെയാണെന്ന് എനിക്കും അറിയില്ല. ഒരുപക്ഷെ അതാകും അവൾക്ക് ജീവിക്കാനുള്ള ശക്തി നൽകുക. അവളെ ഓർത്തെടുത്ത് അവൾ ജെറിക്കാരായിരുന്നു എന്ന് ബോധ്യമായി ജെറി വേണം അവളെ കൂട്ടി വരാൻ. അല്ലാതെ ഞങ്ങളാരുമല്ല അവളെ ജെറിക്ക് മുന്നിൽ എത്തിക്കേണ്ടത്. ഞങ്ങളങ്ങനെ എത്തിച്ചാലും ജെറിക്ക് അവളെ ഓർമ്മയില്ലെങ്കിൽ തകർന്നു പോകില്ലേ ആ പാവം? പിന്നെ ഇതുവരെയും ഇതിനെപ്പറ്റി പറയാതിരുന്നത് ജെറിയോട് ഞങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിലും നല്ലത് ജെറി സ്വയം മനസ്സിലാക്കുന്നത് എന്ന് തോന്നി. അവളുടെ പ്രണയം, അവളുടെ കാത്തിരിപ്പ്, അത് ജെറിയെ എത്രയും വേഗം അവളിലെത്തിക്കും. എനിക്ക് ഉറപ്പുണ്ട്. പറഞ്ഞുകൊണ്ട് ജാൻവി റൂമിലേക്ക് നടന്നു. ഇഷാൻ അവനെ പിടിച്ചു. എടാ ജെറിക്കുട്ടാ, നീ ഇത്ര വേഗം നിന്റെ പെണ്ണിനെ ഓർത്തെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. അവളെ ഓർക്കാൻ എന്താടാ കാരണമായത്? ഇഷാൻ തിളക്കത്തോടെ അവനെ നോക്കി പുരികമുയർത്തി. നിന്റെ ഫ്രഞ്ച്. ഹേ? ഇഷാന്റെ കണ്ണ് തള്ളി. എന്താടാ? നിന്റെ ഫ്രഞ്ച് എന്ന്? അത് കണ്ട് തിരിഞ്ഞപ്പോഴാ മനസ്സിൽ മങ്ങിയ 2 രൂപങ്ങൾ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അവളുടെ മുഖം ഓർത്തെടുക്കാൻ കഴിയുന്നില്ല ശ്യാമു. അവൻ്റെ മുഖത്ത് വേദന നിറഞ്ഞു. സാരമില്ല കേട്ടോ, എല്ലാം ശരിയാകും. ഇഷാൻ അവനെ ചേർത്ത് പിടിച്ചു. ജോർജും റീത്തയും വരുന്നത് കണ്ടതും ഇഷാൻ അവനെയും കൊണ്ട് താഴേക്കിറങ്ങി. വല്യപ്പച്ച, റീത്താമ്മച്ചി, രണ്ടാളും ഇതെവിടെ പോയതാ? അയാളുടെ കണ്ണുകളിലെ തിളക്കം കണ്ടതും അവൻ റീത്തയെ നോക്കി. അമ്മച്ചിക്കിപ്പോ സമാധാനമായോ? ഉള്ളിലെ കോപാഗ്നി കെട്ടടങ്ങിയോ? അവർ തിളങ്ങിയ കണ്ണുകളോടെ അവനെ നോക്കി. അവരുടെ ഉള്ളിലെ ആ സന്തോഷം അവൻ തിരിച്ചറിഞ്ഞു. ജെറി സ്വന്തം റൂമിലേക്ക് കയറി വാതിൽ ചാരി ബെഡിലേക്ക് കിടന്നുകൊണ്ട് കൈകളാൽ കണ്ണു മറച്ചു. നീ ആരാണ്? നീ ഇപ്പം എവിടെയാണ്? ഇപ്പം നീ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ എങ്ങനെ നിന്നെ തിരിച്ചറിയും? നീ ഇപ്പോൾ എന്നെ ഓർത്ത് വിഷമിക്കുന്നുണ്ടാകും അല്ലേ? അവൻ്റെ കണ്ണുകൾ
നിറഞ്ഞൊഴുകി. വൈകുന്നേരം ഒരു മൂവിക്ക് പോയാലോ എന്ന ഇഷാന്റെ ചോദ്യത്തിന് ജാൻവി സന്തോഷത്തോടെ തലയാട്ടി. അങ്ങനെയാണേ ജെറിക്കുട്ടനെയും കൂട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ജാൻവി താഴേക്കോടി. ഹോ, ഈ പെണ്ണ് കുളവാക്കും. ഇഷാൻ തലയ്ക്ക് കൈ കൊടുത്തു. അപ്പോഴതാ പോയതുപോലെ തന്നെ പെണ്ണ് തിരിച്ചു വന്നേക്കുന്നു. എന്താ? ജെറി വരുന്നില്ലെന്ന്. അവന് സോഫിയെ ഓർക്കാൻ പറ്റാത്തതിലുള്ള വിഷമമാണെന്ന് തോന്നുന്നു. നമുക്ക് ഒരു ഹിന്റ് കൊടുത്താലോ ഇച്ചാ? എങ്ങനെ? നമ്മുടെ മാരേജ് സ്റ്റിൽസൊക്കെ എടുത്തില്ലേ? അതിൽ സോഫിയും ജെറിയും ഒക്കെ ഉണ്ടല്ലോ. വെറുതെ അത് കൊടുക്കാം. എന്തെങ്കിലും ഓർമ്മ വരുമെങ്കിൽ നല്ലതല്ലേ? ആ, അത് നല്ല ഐഡിയ ആണ്. എങ്കിൽ ഞാനിപ്പോൾ പോയി കൊടുക്കട്ടെ? വേണ്ടടാ, നമ്മൾ പോകാനിറങ്ങുമ്പോൾ കൊടുത്തിട്ട് പോകാം. അവൾ സന്തോഷത്തോടെ തലയാട്ടി. എന്നാ വേഗം ഫ്രഷാക്. പിന്നെ ഇന്ന് സാരി മതി. നമ്മളിന്ന് കാറിലാ പോകുന്നേ. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അവൾക്ക് തൻ്റെ ഒപ്പം ബുള്ളറ്റിൽ യാത്ര ചെയ്യാനാണിഷ്ടം എന്നറിയുന്ന ഇഷാൻ മുന്നേറങ്ങ് പറഞ്ഞു. മുഖം ഒന്ന് വളിച്ചെങ്കിലും അവൾ നിവർത്തിയില്ലാതെ തലയാട്ടി. ടവലുമെടുത്ത് ബാത്റൂമിൽ കയറി. ഇഷാൻ ചുണ്ടിലൂറിയ ചിരിയോടെ ഗ്ലാസ് കബോർഡ് തുറന്ന് അതിൽ ഒളിച്ചു വച്ചിരുന്ന വലിയ പാക്കറ്റ് എടുത്തു. കബോർഡ് അടച്ചുകൊണ്ട് അവൻ പാക്കറ്റുമായി ബെഡിലേക്കിരുന്നു. അതിൽ നിന്നും ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ സാരി പുറത്തെടുത്തു. അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്യിച്ച ബ്ലൗസ്, അണ്ടർസ്കർട്ട്, ഇന്നേഴ്സ് ഒക്കെയുണ്ട്. അവൻ അതിലൂടെ വിരലോടിച്ചു. മനസ്സിൽ എന്തോ ഓർത്ത് പുഞ്ചിരിച്ചു. അവൾ കുളച്ചിറങ്ങിയെന്ന് മനസ്സിലാക്കിയ അവൻ കഴുത്ത് ചെരിച്ച് അവളെ നോക്കി. നനഞ്ഞ മുടി ഉയർത്തിക്കെട്ടി ബാത്റൂബ് ചുറ്റി വരുന്ന അവളെ കണ്ടതും അവൻ്റെ സിരകളിൽ രക്തം കുതിച്ചു കയറി. അവൻ്റെ അരികിലൂടെ വന്ന അവളുടെ അരക്കെട്ടിൽ പിടിച്ചുയർത്തി അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. ഇച്ചാ! അവൻ ബെഡിൽ കൈകുത്തി ഉയർന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി. കഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ നനവ്, ബാത്റൂമിനു മുകളിലൂടെ പകുതിയിലേറെ കാണുന്ന നെഞ്ചിൻ്റെ വിടവ്. അവൻ്റെ കണ്ണുകൾ എവിടേക്കാണെന്ന് കണ്ടതും അവൾ ഉമിനീർ വിഴുങ്ങിപ്പോയി. അവൻ്റെ മുഖം താഴ്ന്നു വന്നതും അവളുടെ കൈ ബെഡിൽ മുറുകി. അവളുടെ കഴുത്തിൽ പറ്റിപ്പിടിച്ച വെള്ളത്തുള്ളി നാവുകൊണ്ട് നുണഞ്ഞെടുത്തു അവൻ. അവൾ വിറച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു കളഞ്ഞു. അവൻ്റെ മുഖം അവിടുന്ന് ചലിച്ചു തുടങ്ങി. ഡ്രസ്സിന് മുകളിലൂടെ അവൻ്റെ മുഖം എത്തി നിന്നത് എവിടെയാണെന്ന തിരിച്ചറിവ് അവളെ ഞെട്ടിച്ചു കളഞ്ഞു. ഒരു നിമിഷം അവൻ്റെ പല്ലുകൾ അവിടെ ആഴ്ന്നതും അവൾ വിറച്ചു. ഒപ്പം നാവ് കൊണ്ട് ആ വിടവ് നുണഞ്ഞതും അവൾ പൊള്ളിപ്പിടഞ്ഞു. അവൻ്റെ കൈ ബാത്റൂമിൻ്റെ വള്ളിയിൽ മുറുകിയതും അവളുടെ ഉള്ളു കിടുങ്ങി. ഒരു നിമിഷം അവളൊന്നുയർന്നു അവനുമായി മറിഞ്ഞു. അവൻ അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മേലെയായി ഉയർന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണു കൂർപ്പിച്ചു. അവൻ അവളെ നോക്കി ഒന്നിളിച്ചു. ഇളിക്കല്ലേ, ഇപ്പൊ കുറച്ച് കൂടുന്നുണ്ട്. ഞാൻ പറയും അപ്പം മതിയൊക്കെ. അതിന് എപ്പോഴാ പൊന്നെ, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പെണ്ണെ. ചെയ്തേ പറ്റൂ മോനെ ഇച്ച. ഞാൻ ഗ്രീൻ സിഗ്നൽ കാട്ടാതെ എൻ്റെ പൊന്നുമോൻ ഒരു നൈറ്റും ആഘോഷിക്കില്ല. അവൾ കവളിൽ നെല്ലിക്ക ഉണ്ടാക്കി അവനെ നോക്കി കണ്ണുരുട്ടി. ഇവിടെ വാടി കാന്താരി. അവളെ നെഞ്ചിലേക്ക് വലിച്ചിട്ടുകൊണ്ട് ഇറുകെ പിടിച്ച അവൻ അവളുടെ ചുണ്ടിനെ മൊത്തമായും പൊതിഞ്ഞു. തല കുലുക്കി കുലുക്കി വല്ല വിധേനയും അവൾ സ്വതന്ത്രയായി. മോനെ ഇച്ച, ഇവിടെ കിന്നരിച്ചോണ്ടിരുന്നാലേ മൂവിക്ക് പോക്ക് നടക്കില്ല. ഒന്നാമത് എനിക്ക് ഈ സാരി ചുറ്റൽ അത്ര വശമില്ല. ഞാൻ അമ്മച്ചിയെ വിളിക്കാം. അതോർത്താ നിൽക്കുന്നേ. പൊന്നുമോൻ ഒന്ന് പുറത്തേക്ക് പോകാമെങ്കിൽ ഞാൻ അമ്മച്ചിയെ വിളിക്കായിരുന്നു.
അവൻ ബെഡിൽ നിന്നും ചാടി എണീറ്റു. നിന്റെ ഇച്ഛൻ ഇവിടെ വടി പോലെ നിൽക്കുമ്പോൾ എന്തിനാടി അമ്മച്ചിയെ ബുദ്ധിമുട്ടിക്കുന്നത്? അവളുടെ കണ്ണുകൾ ചുരുങ്ങി. അതിന് ഇച്ഛന് സാരി ചുറ്റാൻ അറിയുമോ? അറിയുമോന്നോ? എന്തൊരു ചോദ്യമാ എൻ്റെ പൊന്ന് ജാനു. നീ ഇങ്ങോട്ട് വന്നേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടു നിർത്തി. പിന്നെ AC കൂട്ടിയിട്ടു. എൻ്റെ പൊന്നുമോൾ, അതങ്ങ് മാറിക്കേ. ദേ, ഇച്ഛൻ വാങ്ങിയതെല്ലാം ഇച്ഛൻ തന്നെ ഇട്ട് തരാം. അവൻ കയ്യിലെടുത്തു പിടിച്ചവ കണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. അവൻ കൂസലില്ലാതെ അവളെ നോക്കി നിൽക്കുന്നു. എന്താടി മിഴിച്ചു നിൽക്കുന്നേ? ഇനി ഇതും ഞാൻ മാറി തരണോ? അവൻ്റെ ചോദ്യവും നിൽപ്പും കണ്ടതും അവൾ പെട്ടെന്ന് അവൻ്റെ കയ്യിൽ നിന്നും അതും തട്ടിപ്പറിച്ച് ബെഡിൽ കിടന്ന അണ്ടർസ്കർട്ടും എടുത്ത് ബാത്റൂമിലേക്ക് ഒരൊറ്റ ഓട്ടം. ഛേ, ഈ പെണ്ണ്! ഉദ്ദേശിച്ചതൊന്നും നടക്കാതെ പോയതിൻ്റെ ചെറിയൊരു നിരാശയോടെ എന്തോ പോയ അണ്ണാനെ പോലെ അവൻ ബെഡിലേക്കിരുന്നു. കുറച്ച് കഴിഞ്ഞതും ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അവൾ റൂമിലേക്ക് വരാൻ മടിച്ചു നിന്നു. അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അവൻ കഴുത്തു ചെരിച്ച്, എന്തേ വരുന്നില്ലേ? മനഃപൂർവ്വമായിരുന്നു അല്ലടാ പട്ടിയിച്ച. അതായിരുന്നു അവളുടെ മുഖത്തെ ഭാവം. വാ വാ, എന്നോടാണോ മോളെ നിന്റെ കളി? അവൻ ഉള്ളിൽ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളെ അടുത്തേക്ക് കൈയാട്ടി വിളിച്ചു. അവൾ മടിച്ചു മടിച്ച് മുന്നോട്ട് നീങ്ങി. ബ്ലൗസിലും പാവാടയിലും അവളുടെ ഭംഗി കണ്ട് ചെക്കൻ്റെ കിളി പറന്നു. അവൻ്റെ ആ മിഴിച്ച നോട്ടം അവളിൽ നാണം നിറച്ചു. ആ സമയം ഒരു പെൺകുട്ടി ഓടുകയാണ്. അവളെ പിടിക്കാനായി ഒരുവൻ അവളുടെ പിന്നാലെയുണ്ട്. അവൾ ഓടി ഓടി തളർന്നിട്ടുണ്ട്. അവളുടെ കണ്ണിൽ ഭയമാണ്. അവൾ തിരിഞ്ഞു നോക്കി മുന്നോട്ട് പായുന്നു. പെട്ടെന്ന് മുന്നിൽ വന്നൊരു ജീപ്പ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. നിലവിളിയോടെ അവൾ തെറിച്ചു വീണ് നിലത്ത് രക്തം ഒഴുകി പടർന്നു. സോഫി! നിലവിളിയോടെ ജെറി ചാടി എണീറ്റു. അവനെ ആകെ വിയർത്തു പോയിരുന്നു. അവൻ്റെ ചുണ്ടുകൾ അപ്പോഴും വിതുമ്പി. സോഫി, സോഫി! പൊന്നാ, എന്ത് രസവാ! അവൻ്റെ കണ്ണുകൾ അവളിൽ ഒഴുകി നടന്നു. പെട്ടെന്നവൾ കൈകൾ കൊണ്ട് മറച്ചു പിടിച്ചു. അവൻ്റെ കണ്ണുകൾ കൂർത്തു. അവൻ കൈയെത്തിച്ച് അവളെ പിടിച്ചു വലിച്ച് അരികിലേക്ക് നിർത്തി. അവളുടെ കുനിഞ്ഞ മുഖം വിരൽ കൊണ്ട് കവിളിൽ തഴുകിയിറക്കി താടിയിൽ പിടിച്ചുയർത്തി. അവളുടെ മുഖം വല്ലാതെ ചുവന്നു പോയിരുന്നു. അവൻ അവളുടെ ചുമലിൽ പിടിച്ച് മെല്ലെ തിരിച്ചു. അഴിഞ്ഞു വീണ മുടിയിഴ അവൻ കൈകൾ കൊണ്ട് സൈഡിലേക്ക് ഒതുക്കി വെച്ചു. അവൻ്റെ കണ്ണുകൾ വിടർന്നു. വെളുത്ത നിറത്തിൽ പുറമേനിയോട് ചേർന്ന് കിടക്കുന്ന ആ കാഴ്ച അവൻ്റെ ഹൃദയത്തിൽ വേലിയേറ്റമുണ്ടാക്കി. അവൻ്റെ വിരൽ പുറത്ത് കളം വരച്ചു തുടങ്ങി. അവൾ മുന്നോട്ട് കൂനിപ്പോയി. അവൻ്റെ ചുണ്ട് പുറത്തു പതിഞ്ഞതും പിടച്ചിലോടെ അവൾ നേരെ നോക്കി. കണ്ണാടിയിൽ തൻ്റെ രൂപം കണ്ടതും അവൾക്ക് നാണം തോന്നി. അവളുടെ പിൻകഴുത്തിന് താഴേക്ക് വരിവരിയായി നിൽക്കുന്ന സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ അവൻ്റെ സിരകളിൽ ചൂട് പടർന്നു. അവൻ ഒരു നിമിഷം സർവവും മറന്നുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ അമർത്തി ചുംബിച്ചു. അവൻ്റെ മീശ കുത്തിയിറങ്ങിയതും അവൾ പിടച്ചുപോയി. ഇച്ഛാ! വിറച്ചുപോയി ആ സ്വരം. അവൻ്റെ ചുണ്ടുകൾ കാതിലേക്ക് അരിച്ചിറങ്ങി. എന്താടാ? പതിയെ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ അവൻ ചോദിച്ചു. മതി മതി ഇച്ഛ, എനിക്ക്. അപ്പോ ഹുക്കോ? അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ പിൻകഴുത്തിൽ നുണഞ്ഞെടുത്തു. ഒപ്പം ഒരു ഹുക്കിട്ടു കൊടുത്തു.
പിന്നാലെ ഓരോ ഉമ്മയും കൊടുത്തുകൊണ്ട് ഓരോന്നും ഇട്ട് തീർത്തു. അപ്പോഴേക്കും അവനും അവളും ഹൃദയത്തിൻ്റെ ചാഞ്ചാട്ടത്തിൽ കിതച്ചു പോയിരുന്നു. അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ അവളുടെ തോളിൽ താടിയൂന്നി. അവളുടെ മുഖം കണ്ണാടിയിൽ നോക്കി നിന്നു. നീ എന്നെ വല്ലാതെ മോഹിപ്പിക്കുന്നു. ഇവിടെയൊന്നും തീരാത്തത്ര മോഹം. നിന്നെ അറിയാനും നിന്നിൽ അലഞ്ഞു നടക്കാനുമുള്ള മോഹം. വിരൽ ചുഴിയെ കളം വരച്ചതും അവൾ ഒന്നേങ്ങിപ്പോയി. ഇച്ചാ, എന്താടാ? എനിക്ക് എന്തോ പോലെ. അറിയാടാ, നിന്നിലെ ആ മാറ്റമാണ് എന്നെ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നത്. വേണ്ട വേണ്ട എന്നും മനസ്സ് പറഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുപോലെ. നിന്നെ മതിയാവോളം പ്രണയിക്കാൻ കൊതി തോന്നുന്നു മോളെ. അവൻ്റെ കണ്ണുകൾ ആലില വയറിലെത്തി നിന്നു. വെളുപ്പും ചുവപ്പും കലർന്ന ആ ഇടത്തിൽ അമർത്തി ഉമ്മ വയ്ക്കാൻ കൊതി തോന്നിപ്പോയി അവന്. ഒരു നിമിഷം തൻ്റെ മുന്നിൽ ചൂളി നിൽക്കുന്ന പെണ്ണിൻ്റെ പ്രതിബിംബത്തിൽ നോക്കി അവൻ മനസ്സിന് കടിഞ്ഞാണിട്ടു. കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചു. കൺട്രോൾ ഷാൻ, സ്വയം പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ തുറന്നു. അവളുടെ കഴുത്തിന് സൈഡിൽ ഒരു പ്രണയമുദ്ര ചാർത്തിക്കൊണ്ട് അവൻ തല ഉയർത്തി. അവളുടെ പിന്നിലെ വള്ളി കെട്ടിക്കൊടുത്തുകൊണ്ട് അവൻ തിരിച്ചു നിർത്തി. അവളെ മൊത്തത്തിൽ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു. എൻ്റെ മോളെ. അവൾ നാണത്തോടെ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി വച്ചു. ജാനു, ഈ കുഞ്ഞു വയറ്റിൽ മുഖം ചേർക്കാനും കുഞ്ഞു ഗർത്തത്തിൽ ചുണ്ടുകളാഴ്ത്താനും കൊതി തോന്നുന്നുണ്ട്. ഇവിടം ഒരു നോക്ക് കാണാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട് എന്നറിയോ? ഇപ്പൊ കണ്ടപ്പോ മറ്റെന്തൊക്കെയോ കാണാൻ, എന്തെല്ലാമോ ചെയ്യാൻ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി നോക്കിയില്ല. പക്ഷെ ഇപ്പം വേണ്ടാട്ടോ, ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുക. എൻ്റെ കൊച്ചിന് എൻ്റെ കൈകൊണ്ട് സാരി ചുറ്റിത്തരണമെന്ന ആഗ്രഹം കൊണ്ട് വാങ്ങിയതാ. പക്ഷെ ഞാൻ ഇനി ഇവിടെ നിന്നാ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. നിന്റെ ഈ ലുക്ക് എന്നെ അത്രയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് വേണ്ട. ഞാൻ പോയി അമ്മച്ചി എങ്ങോട്ട് പറഞ്ഞു വിടാം. എൻ്റെ പൊന്ന്, റെഡിയായി താഴേക്ക് വാ. ഞാൻ ജെറിയുടെ റൂമിൽ റെഡിയാകാം. അവനത് പറയുമ്പോൾ അവൾ ആശ്വാസത്തോടെ ശ്വാസം നേരെ വിട്ടു. അതറിഞ്ഞവൻ ഒന്ന് പുഞ്ചിരിച്ചു. അവളെ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് അവൻ അവളുടെ മുഖം കൈകളിലെടുത്തു. അവളുടെ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി. പിന്നെ അവളെ നോക്കാതെ തന്നെ പിന്തിരിഞ്ഞു. അവൾ പെട്ടെന്ന് അവൻ്റെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ പുറത്ത് ഉമ്മ വച്ചു. ലവ് യു ഇച്ചാ. അവൻ പെട്ടെന്ന് തിരിഞ്ഞു. ജാനു, എന്നെ ഇനി ഇച്ചായാന്ന് വിളിക്കാവോ? അവളുടെ കണ്ണുകളിടുങ്ങി. അതെന്താ ഇച്ചാ ഇപ്പം അങ്ങനെ ഒരാഗ്രഹം? വെറുതെ നിന്റെ നാവീന്ന് അങ്ങനെ കേൾക്കാൻ ഒരു കൊതി. നോക്കട്ടെ, ശരിയാക്കിയെടുക്കാം. മതി, അത് മതി. അവൻ സന്തോഷത്തോടെ അവളെ ഇറുകെ കെട്ടിപ്പിടിച്ചു. കാറ്റുപോലും കടക്കാത്ത പോലെ. അവളുടെ ചുണ്ടിൽ അമർത്തിയൊന്ന് മുത്തിക്കൊണ്ട് അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. അവൾ കണ്ണാടിയിൽ തൻ്റെ രൂപത്തെ നോക്കി. ആകെ ചുവന്നു പോയല്ലോ പെണ്ണെ. അവൻ്റെ സാമീപ്യം ഇപ്പോഴും അരികെ ഉള്ളതായി അവൾക്ക് തോന്നി. അവൻ്റെ ശ്വാസം കാതിൽ പതിക്കുന്നു. അവളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവൾ തിരിച്ചറിഞ്ഞു. വഷളൻ, എന്നെ കൂടി വഷളാക്കി. ചിരിയോടെ അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചു. അമ്മച്ചി, എന്താ മോനെ? ജാനു മോളിലുണ്ട്. അവൾക്ക് സാരി ചുറ്റാൻ അത്ര വശമില്ലെന്ന് പറഞ്ഞു. ആ, ഞാൻ പോകാം മോനെ. റീത്തേ, വയ്യാതിരുന്നിട്ട് ഈ സ്റ്റെപ്പ് ഇപ്പോൾ കയറണ്ട.
ഞാൻ പോയി ചുറ്റി കൊടുത്തിട്ട് വരാം. തൽക്കാലം ഈ ചായയും കുടിച്ചിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ ജോലി. സ്നേഹത്തിൽ ശാസിച്ചുകൊണ്ട് റാഹേൽ ചായയും നൽകി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. അത് കണ്ട് ചിരിയോടെ ഇഷാൻ ജെറിയുടെ റൂമിലേക്ക് കയറി. ബെഡിൽ കുനിഞ്ഞിരിക്കുന്ന അവനെ കണ്ട് ഇഷാന്റെ കണ്ണുകൾ ഇടുങ്ങി. ജെറി! അവൻ്റെ വിളി കേട്ടതും ജെറി ചാടി എണീറ്റു. ഇഷാൻ ഒന്ന് പകച്ചുപോയി. ശ്യാമു, എൻ്റെ സോഫി എവിടെ? എനിക്കവളെ കാണണംടാ. എനിക്കവളെ വേണം. എൻ്റെ സോഫി എവിടെ ശ്യാമു? അവൻ്റെ ആ ചോദ്യം കേട്ട് ഇഷാൻ പകച്ചു നിന്നു. അതെ ഫ്രണ്ട്സ്, ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ അവതരണം ലാഗാകുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനൊരു അഭിപ്രായമുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. ഈ മോഡുലേഷൻ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നിർത്തിയാലേ എനിക്ക് സെറ്റാകൂ. അത് നിങ്ങൾക്ക് ലാഗ് അടുപ്പിക്കുന്നോ എന്നൊന്ന് തുറന്നു പറഞ്ഞോളൂ. പിന്നെ സ്റ്റോറി ബോറാണോ ഫ്രണ്ട്സ്? എനിക്കെന്തോ ആകെ ഇത് പെട്ടെന്നങ്ങ് നിർത്താൻ തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയൂ. അതിനനുസരിച്ച് ഞാൻ വേണ്ടത് ചെയ്യാം.